നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നാടിനെയും നാട്ടുകാരെയും ഉത്സവലഹരിയിലാഴ്ത്തുന്ന ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ ഏറ്റവും വലിയ വ്യാപാരോത്സവമായ ദേശീയ സരസ് മേളയ്ക്ക് തൃത്താല നിയോജക മണ്ഡലത്തിലെ ചാലിശ്ശേരി ആതിഥേയത്വം വഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026 ജനുവരി 2 മുതൽ 11 വരെയാണ് സരസ് മേള നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കുടുംബശ്രീ മിഷൻ കേരളത്തിൽ സംഘടിപ്പിക്കുന്ന 13ാമത് സരസ് മേളയാണ് ചരിത്രത്തിലാദ്യമായി തൃത്താലയിലെത്തുന്നത്. ചാലിശ്ശേരി മുലയംപറമ്പ് മൈതാനത്തും സമീപത്തും ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക വേദിയിലുമാണ് മേള നടക്കുന്നത്. കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 250 പ്രദർശന വിപണന സ്റ്റാളുകളിൽ കരകൌശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, ഗൃഹോപകരണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കും. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടന സമ്മേളനം 2026 ജനുവരി 2 വൈകിട്ട് 4:30 തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ വിശിഷ്ടാതിഥിയാകും. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി, അബ്ദുൾ സമദ് സമദാനി എം പി, വി കെ ശ്രീകണ്ഠൻ എം പി എന്നിവർ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിക്കും. സമാപന സമ്മേളന ഉദ്ഘാടനം ജനുവരി 11 വൈകിട്ട് 6 മണിക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും. കെ രാധാകൃഷ്ണൻ എം പി, പ്രശസ്ത സിനിമാ താരം മഞ്ജു വാര്യർ എന്നിവർ മുഖ്യാതിഥികളായെത്തും. കൂടാതെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു, വ്യവസായ കയർ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ്, കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്, കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നിവർ വിവിധ ദിവസങ്ങളിലെ സാംസ്കാരിക സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള എംഎൽഎമാർ വിവിധ ദിവസങ്ങളിൽ ആശംസകൾ അർപ്പിക്കും. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും രുചിവൈവിധ്യം വിളമ്പുന്ന 30ലധികം സ്റ്റാളുകൾ അടങ്ങുന്ന മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ട്, പ്രശസ്തമായ കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന സംഗീത നൃത്തനിശകൾ, പ്രാദേശിക കലാകാരന്മാരുടെയും കലാകാരികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വൈവിധ്യമാർന്ന കലാവിഷ്കാരങ്ങൾ, തൃത്താല മണ്ഡലത്തിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ആദരസന്ധ്യകൾ, വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ, പുഷ്പമേള, ഹാപ്പിനെസ് കോർണർ തുടങ്ങിയവയെല്ലാം മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സരസുമേളയ്ക്ക് മുന്നോടിയായി ജനുവരി 1 വൈകിട്ട് 6 മണിക്ക് വൈലി മ്യൂസിക് ബാൻഡ് ഷോയും 7:30 പ്രസീത ചാലക്കുടിയുടെ നാടൻപാട്ടും ഉണ്ടാകും. സരസുമേളയുടെ ആദ്യ ദിനമായ ജനുവരി 2 മട്ടന്നൂർ ശങ്കരൻകുട്ടി, ശരത്, പ്രകാശ് ഉള്ളേരി എന്നിവർ അവതരിപ്പിക്കുന്ന ത്രയ മ്യൂസിക്കൽ ഫ്യൂഷൻ, 2ാം ദിനത്തിൽ സിനിമാ താരം നവ്യ നായർ അവതരിപ്പിക്കുന്ന സോളോ ഭരതനാട്യം കച്ചേരി, 3ാം ദിനത്തിൽ റിമി ടോമി അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് ഷോ, 4ാം ദിനത്തിൽ പ്രശസ്ത ഗായിക പുഷ്പാവതി അവതരിപ്പിക്കുന്ന ഗാനസന്ധ്യ, 5ാം ദിനത്തിൽ RLV രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടവും ഗംഗാ ശശീധരന്റെ വയലിൻ മ്യൂസിക്കും, 6ാം ദിനം ഷഹബാസ് അമൻ അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് ഷോ, 7ാം ദിനം ബിൻസിയും ഇമാമും അവതരിപ്പിക്കുന്ന സൂഫി മിസ്റ്റിക് സംഗീതം, 8ാം ദിനത്തിൽ സൂരജ് സന്തോഷ് അവതരിപ്പിക്കുന്ന ലൈവ് ഷോ, 9ാം ദിനത്തിൽ സ്റ്റീഫൻ ദേവസി അവതരിപ്പിക്കുന്ന ബാൻഡ് ലൈവ്. സരസുമേളയുടെ അവസാന ദിനത്തിൽ പ്രശസ്ത ഗായിക സിതാര കൃഷ്ണകുമാറിന്റെ പ്രൊജക്ട് മലബാറിക്കസ് മ്യൂസിക് ഷോ എന്നിങ്ങനെ നിരവധി കലാപരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ പ്രാദേശിക കലാകാരന്മാരുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും കലാപരിപാടികളും ഉണ്ടാകും. തൃത്താലയിലെ കലാസാംസ്കാരിക രംഗത്ത് മികവ് പുലർത്തിയ 300-ൽ പരം വ്യക്തികളെ മേളയിൽ ആദരിക്കും. സരസുമേളയുടെ ഭാഗമായി 50 രൂപ മാത്രം വില വരുന്ന സമ്മാന കൂപ്പണിൽ നിരവധി സമ്മാനങ്ങളാണ് വിജയികൾക്ക് ലഭിക്കുക. 1ാം സമ്മാനം സ്വിഫ്റ്റ് കാർ, 2ാം സമ്മാനമായി ബൈക്ക്, 3ാം സമ്മാനമായി LED TV, 4ാം സമ്മാനമായി ഫ്രിഡ്ജ് എന്നിവ ലഭിക്കും. ഇതുകൂടാതെ സ്വർണ്ണ നാണയങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളുമുണ്ട്. സരസുമേളയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് നറുക്കെടുപ്പ്. തൃത്താല മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലായി 33 ഏക്കറിൽ സരസുമേള ഫുഡ് കോർട്ടിലേക്ക് ആവശ്യമായ വിവിധയിനം പച്ചക്കറികൾ കുടുംബശ്രീ അംഗങ്ങളും സംഘകൃഷി ഗ്രൂപ്പുകളും കൃഷി ചെയ്തു വരുന്നുണ്ട്. മേളയോടടുക്കുന്ന ദിവസങ്ങളിൽ പച്ചക്കറികൾ വിളവെടുപ്പും നടക്കും. കുടുംബശ്രീ മിഷൻ പാലക്കാട് ജില്ലാ ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ, തൃശൂർ ജില്ലാ ഓഫീസർ അഭിജിത്ത് കെ ദീപക്, പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് PB സുഭാഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശീയ സരസ് മേളയുടെ പ്രചരണത്തിന്റെ ഭാഗമായി തൃത്താല കൂട്ടുപാത മുതൽ ചാലിശ്ശേരി വരെ മിനി മാരത്തോൺ നടത്തി. റൺ ഫോർ യൂണിറ്റി, ഡൈവേഴ്സിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മാരത്തോൺ സംഘടിപ്പിച്ചത്. ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സന്തോഷ് ട്രോഫി താരം മുഹമ്മദ് നിയാസ്, പാരാ ഫുട്ബോൾ 2025 ഉജ്ജ്വലബാല്യം പുരസ്കാര ജേതാവ് ലെനിൻ ചാലിശ്ശേരി എന്നിവർ മാരത്തോണിൽ പങ്കെടുത്തു. 1ാം സമ്മാനം അജിത് കെ കൊല്ലങ്കോട്, 2ാം സമ്മാനം പ്രണവ് S മേലാർക്കോട്,
മൂന്നാം സമ്മാനം ഹരികൃഷ്ണൻ പി ചാലിശ്ശേരി എന്നിവർ കരസ്ഥമാക്കി. ഞാൻ സെൻറ് തോമസ് കോളേജ് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട് വന്നിട്ട് കൊല്ലങ്കോടാണ്. പിന്നെ ഞാൻ മാരത്തോണുകളിലൊക്കെ പോകാറുണ്ട്, എല്ലാ മാരത്തോണുകളിലും പോകാറുണ്ട്. ഈ മാരത്തോണിൽ ഫസ്റ്റ് അടിച്ചതിൽ സന്തോഷമുണ്ട്. പ്രണവാണ്, ഞാൻ സെൻറ് തോമസ് കോളേജാണ് പഠിക്കുന്നത്, തൃശ്ശൂർ സെൻറ് തോമസ് കോളേജാണ്. പിന്നെ വീട് പാലത്തൂരാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് മാരത്തോൺ സെക്കൻഡാണ് കിട്ടിയത്, സന്തോഷമുള്ളൂ. പിന്നെ നല്ലോണം മാരത്തോണൊക്കെ നല്ലോണം കണ്ടക്ട് ചെയ്തു വരും. ഇവിടെ ചാലിശ്ശേരിയാണ് ഞാൻ പഠിക്കണത്, മറ്റേ തൃത്താല റോയൽ കോളേജിലാണ്, 3ാം സ്ഥാനം. വനിതാ വിഭാഗത്തിൽ ഊഷ്മ NP പെരിങ്ങോട് 1ാം സ്ഥാനവും ഡോക്ടർ രാധിക ശ്രീകുമാർ പെരിങ്ങോട് 2ാം സ്ഥാനവും തിലകം PT കോതച്ചിറ 3ാം സ്ഥാനവും നേടി. മാരത്തണിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ വനിത എന്ന നേട്ടത്തിന് പെരിങ്ങോട് റണ്ണേഴ്സ് ക്ലബ് അംഗമായ 68 വയസ്സുള്ള കോമളവല്ലി അർഹയായി. മാരത്തോൺ വിജയികൾക്ക് സരസ്മേളയിൽ വെച്ച് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ ക്യാഷ് പ്രൈസുകൾ നൽകും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, AEO K പ്രസാദ്, ജില്ലാ മിഷൻ കോർഡിനേറ്റർ P ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ PB സുഭാഷ്, നവകേരള മിഷൻ കോർഡിനേറ്റർ P സൈദലവി, മറ്റ് സബ് കമ്മിറ്റി ചെയർമാൻമാർ, വർക്കിംഗ് കൺവീനർമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. തിരുവേഗപ്പുറയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം, 3 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് തിരുവേഗപ്പുറയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. സ്കൂട്ടർ യാത്രക്കാരന് പരുക്ക് പറ്റി. കാറിലുണ്ടായിരുന്ന 2 സ്ത്രീകൾക്കും നിസ്സാര പരുക്ക് സംഭവിച്ചിട്ടുണ്ട്. തിരുവേഗപ്പുറ ഭാഗത്തു നിന്നും കൊപ്പം ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടറും എതിർദിശയിൽ വന്നിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വാവനൂർ ഓട്ടുപാറക്കുന്നിൽ തീപിടുത്തം. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് കുന്നിന് മുകളിലെ പുൽക്കാടുകളിൽ തീ പടർന്നു പിടിച്ചത്. തുടർന്ന് ശക്തമായ കാറ്റിൽ തീ ചെറിയ കുറ്റിക്കാടുകളിലേക്കും പടർന്നു. തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ പട്ടാമ്പി ഫയർ യൂണിറ്റിനെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ പൂർണ്ണമായും അണച്ചു. തീപിടിക്കാനുണ്ടായ കാരണം അവ്യക്തമാണ്. പട്ടാമ്പി BRCയിൽ സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. 2 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടത്തുന്നത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായാണ് പട്ടാമ്പി BRCയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി അൻപോടെ എന്ന പേരിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ജീവികൾക്ക് മൃഗങ്ങൾക്കൊക്കെ എന്താ ജീവിക്കണം, ഭക്ഷണം കഴിക്കണം. ഒരു പശുവിനെ നമ്മളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായും അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി എവിടുന്നാണ് കിട്ടണമെന്നൊരു ചിന്തയുള്ളൂ. അപ്പൊ മൃഗങ്ങളിൽ നിന്ന് നമ്മൾ മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ഇത്തരം വികാരങ്ങൾ അതിൻ്റെ പേര് തന്നെ വളരെ അർത്ഥവത്താണ്. അപ്പൊ മനുഷ്യനെ സ്നേഹിക്കുകയും അവനെ ആരാണ് എങ്ങനെ അവനെ ചേർത്ത് നിർത്താനുള്ള ഒരു പ്രത്യേക മനസ്സ് നമുക്കൊക്കെ ഉണ്ടാവാനുള്ള അത്തരത്തിലുള്ള ചർച്ചകൾ നടത്താൻ ഭിന്നശേഷി എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കൊക്കെ തന്നത് നമ്മള് കുറ്റല്ല. പക്ഷെ നമുക്കതില്ല. നമ്മുടെ സമൂഹത്തില് എല്ലാ ശേഷിയും ഉള്ള ആളുകൾ മനുഷ്യര് ഇല്ല എന്ന് പറയാം. അപ്പൊ നമുക്കുള്ള ശേഷി നമ്മൾ കൃത്യമായി ഈ സമൂഹത്തിന് വേണ്ടിയും എല്ലാവരോടും കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഒരാള് വളരെ ശാരീരികമായി എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിച്ച് കൊടുക്കേണ്ട ബാധ്യത സമൂഹത്തിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിക്കാനും എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന എല്ലാ ആളുകളും സമൂഹത്തിൽ ഒരുപോലെയാണ് എന്ന് തിരിച്ചറിവുണ്ടാക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ. പരിസ്ഥിതി പ്രവർത്തകയും മുളയുടെ തോഴിയുമായ നൈന ഫെബിൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ VP മനോജ്, ട്രെയിനർ TK സ്മിത, പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ മൊയ്തീൻകുട്ടി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ON സിന്ധു, PN പരമേശ്വരൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചേക്കുട്ടി പാവമരം, കളിമൂലകൾ, ചിത്രരചനാമൂലകൾ, പപ്പറ്റ് നിർമ്മാണം, പെൻസ്റ്റാൻ നിർമ്മാണം, പഠനമൂലകൾ, ശാസ്ത്ര പരീക്ഷണങ്ങൾ, പുഴയെ അറിയാം, പ്രാദേശിക പഠനയാത്രകൾ എന്നിവയെല്ലാം ക്യാമ്പിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. എല്ലാത്തിനും പോലെ നമുക്ക് കണ്ണനെ കിട്ടിയിട്ടുണ്ട്.
കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് അജയൻ ചാലിശ്ശേരിക്ക് ജന്മനാട് നൽകുന്ന സ്വീകരണത്തിന്റെ ഭാഗമായി ചിത്രകലാ ക്യാമ്പ് നടത്തി. ചാലിശ്ശേരി മിനി അൻസാരി കൺവെൻഷൻ സെന്ററിൽ സിനിമാ നടനും സംവിധായകനുമായ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്തു. ചിത്രകാരൻ വസന്ത് പെരിങ്ങോടിന് അജയൻ ചാലിശ്ശേരി ക്യാൻവാസ് കൈമാറിക്കൊണ്ട് പരിപാടിക്ക് തുടക്കം കുറിച്ചു. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ മണികണ്ഠൻ പുന്നക്കൽ, കൺവീനർ VK സുബ്രഹ്മണ്യൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സുനിൽകുമാർ, സംഘാടകരായ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ബാലൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. 22ഓളം കലാകാരന്മാർ ചിത്രരചനാ ക്യാമ്പിൽ ക്യാൻവാസ് സ്വീകരിച്ചു. പണ്ട് അവസാനിപ്പിച്ചിട്ടുള്ളൊരു കല ആണ് എൻ്റെ ചിത്രം. കാരണം ഞാൻ വളരെ ചെറുപ്പത്തിൽ എനിക്ക് കാർട്ടൂൺ ചിത്രകലയും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഞാൻ ഗണപതി മാസ്റ്ററുടെയൊക്കെ ശിഷ്യനായിരുന്നു ചിത്രകലയിൽ. പിന്നീട് സംഗീതവും ആലാപനവും സിനിമയൊക്കെ ആയിട്ട് എൻ്റെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് മാറിയെങ്കിലും മണികണ്ഠൻ പുന്നക്കൽ എന്നുള്ള അനശ്വര കലാകാരൻ്റെ ക്ഷണപ്രകാരം അജയേട്ടനോടുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് ഞാനിതിനെ കാണുന്നു. എന്തായാലും എനിക്ക് കഴിയുന്ന പോലെ കണ്ണാറക്കണ്ണിൽ തന്നാലായതെന്ന് പറയുന്ന പോലെ എനിക്ക് കഴിയുന്ന രീതിയിൽ കുറച്ച് വർണ്ണങ്ങൾ വെച്ചിട്ട് ഈ നാടിൻ്റെ ഒപ്പം കൂടുകയാണ്. നമ്മുടെ എല്ലാവരുടെ ഒപ്പം നമ്മൾ അജയേട്ടൻ്റെ സന്തോഷത്തിൽ. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് എൻ്റെ. അതിനോടൊപ്പം പ്രിയപ്പെട്ട കലാകാരന്മാർ, ഇവിടെ നിന്ന് എത്തിപ്പെട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള കലാകാരന്മാർ, ആർട്ടിസ്റ്റുകൾ ഇവിടെ പങ്കെടുത്തുകൊണ്ട് ഒരു ചിത്രകലാ ക്യാമ്പ്, അതിൻ്റെ നേതൃത്വം നൽകിയത് പ്രശസ്ത ചിത്രകാരനും മ്യൂറൽ ആർട്ടിസ്റ്റുമായ മണികണ്ഠൻ പുന്നക്കലാണ്. നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരുപാട് ചിത്രകാരന്മാർ ഇന്നിവിടെ ചിത്രം രചിച്ചുകൊണ്ടാണ് ഈ ആദരത്തിൻ്റെ ഭാഗമാവുന്നത്. എന്നാലും ജീവിതത്തിലെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. എല്ലാവർക്കും സന്തോഷം, സ്നേഹം. പെരിങ്ങോട് മതുപ്പുള്ളി ശ്രീ കൈപ്പഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പണ മഹോത്സവവും വാർഷികാഘോഷവും ബുധനാഴ്ച വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമർപ്പണ മഹോത്സവത്തോടൊപ്പം സന്നദ്ധ രക്തദാന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മാതൃകയായ തൃശൂർ BDK കൂട്ടായ്മയ്ക്ക് ഈ വർഷത്തെ മഹാദേവ പുരസ്കാരം സമ്മാനിക്കും. അതോടൊപ്പം സൈനികരെയും വിമുക്ത ഭടന്മാരെയും ക്ഷേത്ര നവീകരണ പ്രവർത്തകരെയും ആദരിക്കും. 2026 ക്ഷേമ പെൻഷൻ പദ്ധതിയുടെ വിതരണോദ്ഘാടനവും നടക്കും. അർഹരായ 20 പേർക്കുള്ള 3 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തും. 3 നേരവും അന്നപ്രസാദമുണ്ടായിരിക്കുന്നതാണ്. അഗ്നിഹോത്രം, ഹരിനാമകീർത്തനം, പഞ്ചവാദ്യം, സാംസ്കാരിക സമ്മേളനം എന്നിവയും ഉണ്ടാകും. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ജനുവരി 1 പുലർച്ചെ വരെ കലാപരിപാടികൾ അരങ്ങേറുമെന്ന് ഭാരവാഹികളായ കൈപ്പഞ്ചേരി ബാലൻ, NS അനൂപ്, NV സന്തോഷ് കുമാർ എന്നിവർ അറിയിച്ചു. വാർഷിക ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ പ്രദേശത്തുള്ള വളരെ പ്രഗത്ഭരായിട്ടും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, നാട്ടിൽ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ആളുകൾ, അത്തരം ആളുകളെ തന്നെ ഒരു മഹാദേവ പുരസ്കാരം നൽകി ആദരിക്കുക എന്നുള്ള ഒരു ചടങ്ങ് കൂടി നമ്മൾ നടത്തി വരുന്നുണ്ട്. അത് ഇപ്രാവശ്യവും എത്തിച്ചേർന്നിട്ടുണ്ട്. അന്നത്തെ ആ ദിവസത്തെ ചടങ്ങുകൾക്കും ഉള്ള ചെറിയൊരു സാമ്പത്തിക സഹായം എന്നുള്ള രീതിയിൽ ക്ഷേത്ര കമ്മിറ്റി 10,000 രൂപ വെച്ചിട്ട് ആ വീടുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ കാര്യങ്ങളും എല്ലാം വൃത്തിയായിട്ട് നടക്കാൻ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്ത് പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ അച്ഛനില്ലാത്ത പെൺകുട്ടികൾ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ്, നമ്മൾ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ വിവാഹത്തെ ആവശ്യത്തിനായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മൾ ഓഡിറ്റോറിയം പണിതിട്ടുണ്ട്. ആ ഓഡിറ്റോറിയം സൗജന്യമായിട്ടും അതുപോലെ തന്നെ 500 പേർക്കുള്ള ഭക്ഷണം ഈ രീതിയിലും നമ്മൾ കൊടുക്കുന്നതായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ 1 വർഷമായിട്ട് വളരെ കൃത്യമായി നടത്തി വന്നിട്ടുണ്ട്. ഈ ഡിസംബർ 31 എത്തുമ്പോൾ ഒരു കോട്ടവും ഇല്ലാതെ എല്ലാ ആളുകളിലേക്കും, പരമാവധി അർഹരായിട്ടുള്ള ആളുകളിലേക്ക് നമുക്ക് ഈ സംവിധാനങ്ങളൊക്കെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പരുതൂർ വൈദ്യനാഥ മഹാദേവ ക്ഷേത്രത്തിൽ കുട്ടികളുടെ പഞ്ചാരിമേള അരങ്ങേറ്റം നടന്നു. 16 കുട്ടികളാണ് വാദ്യകലയിൽ അരങ്ങേറ്റം കുറിച്ചത്. പരുതൂർ വൈദ്യനാഥ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്ന വാദ്യകലാ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ പഞ്ചാരി മേളത്തിലുള്ള അരങ്ങേറ്റമാണ് ക്ഷേത്രാങ്കണത്തിൽ നടന്നത്. വാദ്യകലാകാരൻ വെള്ളിത്തുരുത്തി പ്രഭാകരനാണ് പരിശീലനം നൽകി വന്നിരുന്നത്. 16 കുട്ടികളാണ് പഞ്ചാരി മേളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ക്ഷേത്ര ഭാരവാഹികളും ഭക്തജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ കുട്ടികളുടെ പഞ്ചാരിമേള അരങ്ങേറ്റം കാണാൻ ക്ഷേത്രസന്നിധിയിൽ എത്തിയിരുന്നു.
പള്ളിപ്പുറം കൊടിക്കുന്ന ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. ജനുവരി 4 വരെ യജ്ഞം നീണ്ടുനിൽക്കും. പള്ളിപ്പുറം കൊടിക്കുന്ന ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. ഗുരുവായൂർ മുൻ മേൽശാന്തി മൂർക്കന്നു ശ്രീഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. നിരവധി പേർ യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജനുവരി 4 വരെ യജ്ഞം നീണ്ടു നിൽക്കും. ജനുവരി 2 രുക്മിണി സ്വയംവര ഘോഷയാത്രയും ഉണ്ടായിരിക്കും. ബ്രഹ്മദേവപുത്രനാകും മനു തന്റെ മന്വന്തരം ബ്രഹ്മരൂപിയായ നിന്നെ സ്തുതിച്ചു വാണു. 71 ചതുർയുഗകാലം മനു നിന്നെ തൊഴുതല്ലോ സുഖമായി കാലം കഴിച്ചു. നാരായണ 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 കപിലമൂർത്തേ. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.